പ്രസിഡന്റ് നമസ്കാരം. പ്രസിഡന്റ് നമ്മുടെ ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അതിന് ശേഷം ഇത് ആദ്യത്തെ ഫംഗ്ഷൻ അല്ലേ? അതല്ലേ? അപ്പൊ നമ്മളിവിടെ വന്നിട്ടുള്ള ആളുകളെല്ലാവരും നമ്മൾ അറിയുന്നവരാണ്. അതിൽ നല്ല സന്തോഷമുണ്ട്. പിന്നെ രാഷ്ട്രീയമില്ലാണ്ടാണ് ആളുകൾ വന്നിട്ടുള്ളത്.
പല പല അല്ല, ഇതില് രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ വാർഡിൽ ഒരാൾക്ക് വീട് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അതിന് ആര് പ്രവർത്തിച്ചാലും അതിന്റെ പിന്നില് അത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ആൾക്കൊരു നല്ല വീട് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് വാർഡിൽ മൊത്തം സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. വീടില്ലാത്ത ഒരാൾക്ക് വീട് കിട്ടുമ്പോൾ അതിന്റെ സന്തോഷം നമ്മൾ പറഞ്ഞറിയിക്കേണ്ടത് തന്നെയാണ്. പിന്നെ എനിക്ക് ഭാഗ്യം എന്ന് പറഞ്ഞാൽ ആ പ്രസിഡന്റ് ആയതിനു ശേഷം ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഫംഗ്ഷൻ നമ്മുടെ വാർഡില്, അതും ഇത് തന്നെ ആയതിൽ വളരെയധികം സന്തോഷം. വലിയൊരു ഫംഗ്ഷൻ കൊച്ചുവേലായുധന്റെ വീട് ഉദ്ഘാടനം തന്നെ ആയതിൽ അതിനേക്കാളും വലിയ വിശിഷ്ടാതികളും ഗോവിന്ദ മാഷ് അവരുടെ കൂടെ വേദി പങ്കിടാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട്. ഈ എല്ലാ വട്ടവും ഇതുപോലെ നമസ്കാരം. ഞങ്ങളുടെ സ്വന്തം പ്രസിഡന്റ് ആയിരുന്നു, എൻ്റെ സ്വന്തം ചേട്ടനായിരുന്നു. ചേട്ടൻ ഈ ഭരണസമിതി മാറിയിട്ട് ഇപ്പോൾ പുതിയ പ്രസിഡന്റ് വന്നു. അത് നമ്മുടെ പ്രോയനയാ. ചേട്ടൻ പ്രത്യേകം അറിയാലോ. അപ്പോൾ നിലവിലുള്ള മെമ്പറും കൂടിയാണ്. അപ്പോൾ ഈ ഒരു വീട് ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഇങ്ങനത്തെ നല്ലൊരു ഫംഗ്ഷൻ, അതും എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ വാർഡിൽ വലിയൊരു ഫംഗ്ഷനാണത്. പുതിയൊരു പ്രസിഡന്റ് വന്നു, ആളിനും ഇവിടെ തന്നെ കിട്ടി ഏറ്റവും വലിയ ഫംഗ്ഷൻ. ചേട്ടൻ ഇറങ്ങിയിട്ടും 4ാം വാർഡിൽ ആദ്യത്തെ ഫംഗ്ഷൻ അല്ലേ, ശരിയല്ലോ? പ്രസിഡന്റ് പങ്കിടുന്ന ആദ്യത്തെ പരിപാടിയാണ്. സ്ഥാനം കഴിഞ്ഞതിന് ശേഷം അതിലെല്ലാവരും കൂടി വന്നത് വിശിഷ്ടാതിഥികൾ. സംസ്ഥാന സെക്രട്ടറി തന്നെ ആളെന്നും ഈ പുള്ളിൽ എനിക്ക് കാണാൻ ഭാഗ്യം ഞാൻ പ്രതീക്ഷിച്ചല്ല. എനിക്കിപ്പോൾ ഇതുവരെ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ചേട്ടൻ ടൂറിസത്തിന് കുറെ കാര്യങ്ങൾ ചെയ്തതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ശ്രമിക്കൽ നടക്കുന്നുണ്ട്. ഇനി അടുത്ത് തന്നെ ഒരു മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. നാളെ തൊട്ട് അതിന്റെ വീണ്ടും അവിടുത്തെ പണി ആരംഭിക്കാം, അവിടെ താമരപ്പടത്തിന്റെ. അപ്പോൾ 2 സ്ഥലങ്ങളിലും ടൂറിസത്തിന്റെ ഭാഗമായി ഈ നടക്കുന്ന പ്രവൃത്തികളുടെ ഒരുപാട് മാറ്റങ്ങൾ പുള്ളിലുണ്ടാകാൻ പോകും. വലിയ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ചേട്ടൻ ചെയ്ത പ്രവൃത്തികളൊക്കെ പൂർത്തീകരിച്ചിട്ടാണ് പോകുന്നത്. അവിടുത്തെ സ്റ്റാർട്ടായി കഴിഞ്ഞു, ഇവിടുത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. നമ്മളതിന് വേണ്ടി നല്ലോണം ശ്രമിച്ചിട്ടുണ്ട്. എനിക്കറിയാം, ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട്. ഒരു വീടും ഒരു പെട്ടെന്ന് തന്നെ വെച്ചു കൊടുക്കാൻ പറ്റി, അതും ചേട്ടൻ്റെ ഒരു ഭാഗ്യം. ഞങ്ങളുടെ പിള്ളേരും കൂടി ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കണം. അപ്പൊ ഇനിയും ചേട്ടൻ പ്രസിഡന്റ് സ്ഥാനത്ത് വരണം ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രസിഡന്റ് അല്ല, MLA ആയിട്ട് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന, പിന്നെ മന്ത്രിയാണ് ആഗ്രഹം. പൊതുപ്രവർത്തന രംഗത്തുണ്ടല്ലോ, അത് തീർച്ചയായും നമ്മള് ഈ രംഗത്തുള്ള ഇവിടെ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ചെറുപ്പം തൊട്ട് കാണണ്ടല്ലേ. ഇപ്പൊ നമ്മുടെ അടുപ്പം കൂടുന്നു മാത്രം. അതെ അതെ അതെ. അപ്പൊ ശരി, കാണാം. ശരി ജോയ്, നമസ്കാരം. നമസ്കാരം. ഈ ബ്ലോക്ക് മെമ്പറാണ് ഇപ്പോൾ. മെമ്പറാണ് ചാവൂർ ഡിവിഷൻ, അഞ്ചിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ ചാവൂർ ഡിവിഷൻ. അപ്പോൾ മുന്നേ നമ്മൾ പരിചയമുണ്ട്, സന്തോഷം. ഇപ്പോൾ നമ്മുടെ ഇത് ഭരണസമിതിക്ക് ശേഷം ആദ്യത്തെ പരിപാടി അല്ലേ? ആദ്യമല്ലേ? അതും ഇത്ര വലിയൊരു പരിപാടി ഞങ്ങളുടെ 4ാം വാർഡിൽ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ വീട് ഒന്ന് ഒരെണ്ണം പൂർത്തീകരിച്ചു. അപ്പോൾ ഇനിയും അടിച്ചു പൊളിക്കുക. നല്ല രീതിയിൽ ഈ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകും. മനുഷ്യരുടെ ഒപ്പം നിന്നുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും, സാധാരണക്കാരൻ്റെ ഒപ്പം നിന്നുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഓക്കെ.
ചേച്ചി നമസ്കാരം. നമസ്കാരം. നേരത്തെ ഞാൻ വന്നപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കല്ലായിരുന്നു, അറിയാനുള്ള എല്ലാ ഫംഗ്ഷനും കഴിഞ്ഞപ്പോൾ ഞാൻ വന്നതാണ്. വീടൊന്നും മൊത്തം കാണണം, വീട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എത്ര പ്രതീക്ഷിച്ചില്ല, കാരണം ഇതൊരു നല്ലൊരു വീട്, നല്ലൊരു വീടായി. അതിനിപ്പോൾ ഒരു ബാക്കിയുള്ള സജ്ജീകരണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ രൂപമാണ്. എൻ്റെ വീട് പോലും തരില്ല, വീടാണ് എൻ്റെ വീട്. അപ്പോൾ ഇന്നത്തെ ദിവസം ചേച്ചിക്ക് എങ്ങനെ തോന്നുന്നത്? നല്ല സന്തോഷമുള്ള ദിവസമാണ്. ഇങ്ങനൊരു ഇത് കിട്ടിയത് അത്രയും നല്ല സന്തോഷം. അത് മാത്രം ഇഷ്ടമാണ്. ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹവും പാർട്ടിക്കാരെ സപ്പോർട്ടും എല്ലാവരുടെയും കൂടി സഹായിച്ചതിന് സന്തോഷം.